ദ ലിവിങ് വാട്ടർ, ജീവജലം ഞാനാകുന്നു. പാർട്ട് 2. പാർട്ട് 1 ക്രിസ്തുവാണ് നമ്മുടെ ദാഹം തീർക്കുന്നത്, ജീവജലത്തിൻ്റെ ഉറവ അവനാണ്. ഉറവ ശരിയാക്കാതെ എന്നൊക്കെ കാണിച്ചാലും പ്രയോജനമില്ല എന്ന് വ്യക്തമായിട്ടും ദൈവം പറഞ്ഞു പഠിപ്പിച്ചു. 2 ഉറവയിൽ ആശ്രയിക്കാൻ നമ്മുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. അതായത് 2 തോണിയിൽ കാല് വെക്കും. മനുഷ്യരെല്ലാം ചെയ്യും. ഇത് ശരിയായില്ലെങ്കിൽ അതെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെയില്ല. ഒരു വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. ഐ ആം ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ. ഇന്നലെ ഇന്നും എന്നും എന്നേക്കും ഞാൻ അനന്യൻ തന്നെ. ഐ ആം ദ സെയിം. അത് തന്നെ കർത്താവ് പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല. ഈ രഹസ്യങ്ങളെല്ലാം ദൈവം വ്യക്തമായിട്ട് ഒരു കൂട്ടുകാരനോട് പറയുന്നത് പോലെ നമ്മളോട് പറഞ്ഞു പിടിപ്പിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സങ്കടമല്ലേ. കർത്താവിൻ്റെ ആത്മാ പറയുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 4:10 ശമരിയക്കാരിയോട് സ്ത്രീയോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ വെള്ളം തരും, ദാഹിക്കാത്ത വെള്ളം തരുന്നവൻ ഞാനാണ്. എന്നിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ദാഹത്തില്ല. അത് കേട്ടപ്പോൾ അവൾ വെള്ളം കോരാൻ വന്ന സ്ത്രീ ആ വെള്ളത്തെക്കുറിച്ച് മറന്നുപോയിട്ട് ഓടിപ്പോയിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെ യേശു ക്രിസ്തു 3 ദിവസം നിൽക്കുന്നു, അവരെ ഈ ജീവവെള്ളം പകർന്നു കൊടുക്കുന്നു. അങ്ങനെ ഒരൊറ്റ സ്ത്രീ മൂലം സമരിയയിലുള്ള അനേക മക്കൾ ദൈവ വെളിച്ചം കാണാനിടയായി, രക്ഷ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ലിവിങ് വാട്ടർ സിംബലൈസസ് സാൽവേഷൻ ആൻഡ് ട്രൂ നോളജ് ഓഫ് ഗോഡ്. ലിവിങ് വാട്ടർ എന്ന് പറയുന്നത് ജീവ വെള്ളമെന്ന് പറയുന്നത് ഇറ്റ് സിംബലൈസിങ് സാൽവേഷൻ ആൻഡ് ട്രൂ നോളജ് ഓഫ് ഗോഡ്. സത്യത്തിലുള്ള ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ രക്ഷയുമാണ് ഈ വെള്ളമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെപ്രസെൻറ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ല, ആത്മാവിന് ബോഡിയില്ല, ആത്മാവിനൊരു ശരീരമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പലപ്പോഴും പല രൂപത്തിൽ കടന്നു വരും. പരിശുദ്ധാത്മ തീയായിട്ട് വരും, വെള്ളമായിട്ട് വരും, പ്രാവായിട്ട് വരും. പിന്നെ പരിശുദ്ധാത്മാവ് ചിലപ്പം നമ്മൾ ഒരു കൂട്ടുകാരനായിട്ട് വരും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക്. അപ്പോൾ പരിശുദ്ധാത്മാവ് പല രൂപത്തിൽ വരുന്നത്, പരിശുദ്ധാത്മാവിനൊരു രൂപം പരിശുദ്ധാത്മാവിൻ്റേതായിട്ടില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരും പരിശുദ്ധാത്മാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരായി മാറുകയാണ്. അപ്പോൾ ലിവിങ് ദ ഹോളി സ്പിരിറ്റ് ഈസ് റെഫേർഡ് ആസ് ദ ലിവിങ് വാട്ടർ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ജീവവെള്ളമെന്നാണ് പറയുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നോക്കാം. നമുക്ക് എസെക്കിയേൽ 47 പറയുന്നുണ്ട് ലിവിങ് വാട്ടറാണ്. എസെക്കിയേൽ 47 വായിച്ചു നോക്കിയാൽ ഉമ്മരപ്പടിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയാണ്. അത് കിഴക്ക് വന്ന് ഒഴിഞ്ഞിട്ട് പിന്നെ അവസാനം വടക്ക് വശത്തോടെ തെക്കേ വശത്തോടെ ദേശത്തെല്ലാം ഒഴുകാൻ തുടങ്ങുന്നു. 1000 അടി അളക്കുമ്പോൾ ആദ്യമേ നരിയാനിയോളം, പിന്നെ അളന്ന് കഴിയുമ്പോഴത്തേക്ക് മുട്ടറ്റം, പിന്നെ അരയോളം, പിന്നെ കഴുത്തറ്റം വരുമ്പം ഈ കനോട്ട് സ്റ്റാൻഡ് ഇൻ ദ വാട്ടർ ബിക്കോസ് അപ്പം നമുക്ക് നമ്മുടെ തലയിലുള്ള ഭാരമെല്ലാം വെള്ളത്തിലിട്ടേ ഒക്കത്തുള്ളൂ. ഭാരം തലയിൽ വെച്ചുകൊണ്ട് ഇത്ര വരെ വെള്ളത്തിനകത്ത് നമുക്ക് നീന്താനൊക്കത്തില്ല. ഓൾ ദ വെയ്റ്റ് വിൽ ഫോൾ ഇൻ ദ വാട്ടർ. വെള്ളത്തിനകത്തോളം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടും, മുട്ടോളമല്ല അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത പരിശുദ്ധാത്മാവിൻ്റെ വെള്ളത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ വെള്ളം ഒഴുകാൻ തുടങ്ങിയാൽ പിന്നെ നിൽക്കത്തില്ല. ഇത് പഥ്യമായ വെള്ളമാണ്. ഈ പഥ്യമായ വെള്ളത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെള്ളം എവിടെയെല്ലാം ഒഴുകുന്നു അവിടെ ജീവൻ വെക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളുണ്ടാകും. ആളുകൾ അടുത്തും വലതും നിന്ന് മത്സ്യങ്ങൾ വലയിട്ട് പിടിക്കുന്നെന്ന് എസെക്കിയേൽ 47 പറയുന്നുണ്ട്. അതുകൂടാതെ ഈ വെള്ളത്തിൻ്റെ കരയ്ക്ക് 2 സൈഡിലും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നിനും കുറവില്ല. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പം കർത്താവിൻ്റെ ആത്മാവ് ജീവൻ്റെ വെള്ളം തരുന്നത് നമ്മളെ ആ സമൃദ്ധിയിലേക്ക് കടന്നു. ഹോളി സ്പിരിറ്റ് ഈസ് റിഫേർഡ് ആസ് ദ ലിവിങ് വാട്ടർ. യോഹന്നാൻ്റെ സുവിശേഷം 7:37-38. എപ്പോഴും ഈ ദിവസങ്ങളിലെ ഒത്തിരി പ്രാവശ്യം ഈ ജീവവെള്ളത്തെക്കുറിച്ച് യോഹന്നാൻ്റെ 7:37 കർത്താവ് പറയിപ്പിക്കുന്നുണ്ട്. കർത്താവ് അങ്ങ് ചില സമയത്ത് ചിലതങ്ങ് നിർബന്ധമായിട്ട് പല പ്രാവശ്യം പറയിപ്പിക്കുന്നത് ആർക്കോ പ്രയോജനത്തിന് വേണ്ടിയാണ്. നമുക്കും പ്രയോജനം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, ഇത് കൂടാരപ്പെരുന്നാളാണ്, യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ ദാഹമാണ്. തേഴ്സ്റ്റ് ഈസ് ക്വെൻച്ച്ഡ് ബൈ വാട്ടർ ഒള്ളി. വെള്ളം ഇല്ലാതെ രക്ഷയില്ല.
നമ്മുടെ പഠിത്തം കൊണ്ടൊന്നും ഇവിടെ നേടുന്നില്ല. പഠിത്തമാകാം, പണമാകാം, കോണ്ടാക്റ്റ് ആകാം, പദവിയാകാം, ഇതൊന്നും ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് സിമ്പിൾ ട്രൂത്ത്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒരു വ്യക്തിയാണ് വിളിച്ചു വന്നത് യേശു, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, എന്നിൽ ആരില്ല? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ദൈവം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് ദൈവം വിളിച്ചു. ക്രിസ്തു പിതാവും ദൈവത്തിൻ്റെ സത്യങ്ങൾ അറിയുന്ന പുത്രൻ വിളിച്ചു പറയുകയാണ്, എന്നിൽ നിന്നാണ് ജീവൻ്റെ നദി തുടങ്ങുന്നത്, നിങ്ങൾ അവിടെ നിന്ന് വന്നാലേ രക്ഷയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുമുണ്ട്, എന്താണ് ഈ ജീവനദി? അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇത് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പലരും ചോദിക്കും, ഇത് ഏത് വെള്ളമാണ്, ഏത് വെള്ളം? ഇത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. വേറെ വല്ല ആൻസർ ഉണ്ടെങ്കിൽ അത് വെൽ ആൻഡ് ഗുഡ്. ബട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് ആദ്യം ലിറ്ററലി അത് ദൈവം എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പോകാം. ഇത് ആത്മാവിനെ കുറിച്ചാണ്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇത് ഈ ഒരു സാക്ഷ്യം, ദൈവത്തിൻ്റെ സാക്ഷ്യം വളരെ പ്രധാനമാണ്. അത് ചെറുതായിട്ട് എടുക്കരുത്. കർത്താവ് പരിശുദ്ധാത്മാവിനെ എപ്പോഴാണ് തന്നത്? കർത്താവിൻ്റെ ക്രൂശുമരണം കഴിഞ്ഞ് പെസഹ കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞപ്പോൾ, പെസഹ കഴിഞ്ഞ് 50 ദിവസം, പെസഹ അല്ല, ചിലർ കണക്ക് നോട്ടിക്കുമ്പം കർത്താവ് നമ്മുടെ കഷ്ടമനുസരിച്ച് ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള 50 ദിവസമാണ്. ദാറ്റ് ഈസ് അപ് ടു യു ടു വാലിഡേറ്റ് ഓർ ടേക്ക് ഇറ്റ്. 50 ദിവസം നമ്മുടെയൊക്കെ സഭകളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് ദിവസമാക്കി വെച്ചത്. അന്ന് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. അന്ന് ശിഷ്യന്മാരെല്ലാവരും, മാതാവ് ഉൾപ്പെടെ 120 പേര് മർക്കോസിൻ്റെ മാളികയിൽ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരുടെ മേൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് വെള്ളത്തോട് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിലാണോ നമ്മൾ കുളിച്ചു പോകുന്നത്? ആ ദൈവത്തിൻ്റെ ശക്തിയാണോ നമ്മൾ കാണുന്നത്? ഇനി അങ്ങോട്ട് ഫാർഫെസ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ വിശുദ്ധ രക്തവും വെള്ളവും, അവിടെ വെള്ളം ഒഴുകി, വെള്ളമില്ലാതെ രക്തം പ്രവർത്തിക്കത്തില്ല. അപ്പോൾ വെള്ളവും രക്തവും തൻ്റെ നെഞ്ചിൽ നിന്ന് വീണത് ജീവനദിയായിട്ട് മാറി. ഒരു പോയിന്റിൽ കർത്താവ് മരിച്ച് തൻ്റെ ശരീരത്തിനകത്ത് ജീവൻ്റെ വെള്ളവും രക്തവും ഒഴുകുമ്പോൾ ആ ഒഴുക്കാണ് പിന്നെ പെന്തക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ തരുവാനുള്ള ഒരുക്കമായി മാറുന്നത്. കാരണം അവൻ്റെ രക്തത്താൽ കുളിക്കാതെ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താലെ കുളിച്ചു കഴിയുമ്പോൾ മാത്രമാണ് ഈ ജീവവെള്ളം നമ്മളിൽ വരുന്നത്. അപ്പം ജീവൻ്റെ വെള്ളം ഒഴുകുന്നത് പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഫ്രീ ആയിട്ട് ഒഴുകുകയാണ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം, തൃത്വത്തിൽ ഒരുവനായ ദൈവം, പിതാവേ പുത്രനെ പരിശുദ്ധാത്മ, 3 പേരും ദൈവമാണ്. ഒരാൾക്ക് വലുതോ ചെറുപ്പമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ആ പ്രശ്നമില്ല. അവർ 3 പേരും ഒന്ന് 3. നമ്മൾ ഈ മറ്റ് സഭകൾ, മറ്റ് ജാതികളുടെ അടുക്കൽ ചെന്നവന് 5 മണ്ഡപം ഉണ്ടെങ്കിൽ 5 മണ്ഡപത്തിൽ ഇട്ടില്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം ഒരുവൻ തന്നെ. പിതാവിനെ സ്നേഹിക്കുന്നത് പുത്രൻ അറിയുന്നു, പുത്രനെ സ്നേഹിക്കുന്നത് പിതാവ് അറിയുന്നു, പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുന്നവൻ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവിനെ അറിയുന്നു. ഇവർ 3 പേർക്കും അതാണ് ഒരു കുടുംബം. അതായത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏക ചിന്തയാണ്. അതാണ് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് നിൽക്കുന്ന ഭവനം സ്വർഗമല്ലേ? നോക്കിയിട്ടുണ്ടോ? പിശാച് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കുടുംബത്തിലല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്നത് മനസ്സിലാകത്തില്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് എന്തോ കുഴപ്പമുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ദേഷ്യമോ സങ്കടമോ വിഷമോ ഒക്കെ നമ്മൾ ഇമോഷണലായിട്ട് വേറൊരു പിച്ചിലാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ വിചാരം നമ്മൾ അവരെ ബഹുമാനിക്കുന്നത്. അതേപോലെ അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. നമ്മുടെ വെപ്രാളം ശബ്ദം ഉയർത്തി വരും, പിന്നെ അവരൊന്നും കേൾക്കൂല, പിന്നെ ഈ ശബ്ദം മാത്രമേ അവർ അറിയുന്നുള്ളൂ. പുരുഷന്മാർ ചിലർ ബഹളം വെച്ച് വലിയ പാത്രം കയറിയും ബഹളമൊക്കെ, എന്നാൽ ചിലർ മൗനമായി പോകും, പിന്നെ ഒന്നും മിണ്ടൂല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ ഈ ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസത്തിൽ കഴുകപ്പെടുന്നില്ല.
അവൻ്റെ രക്തത്തിനകത്ത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നില്ല. അവൻ്റെ ജീവവെള്ളം ഇന്നത്തെ ദാഹത്തിന് എനിക്ക് പോരാ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഞാനാണ് ജീവവെള്ളം, ജീവൻ്റെ വെള്ളം ഞാനാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവീൻ. അല്ല ആരെങ്കിലും അങ്ങനെ. ഇപ്പം നമ്മളിപ്പോൾ അയൽപക്കക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, കിണറ്റിനകത്ത് എനിക്ക് നിറച്ച വെള്ളം ഉണ്ടെങ്കിലും മറ്റേ ആളെ എടുക്കാൻ അനുവദിക്കത്തില്ല. കാരണം നമ്മൾ അത്ര സെൽഫിഷായി മാറും. പിന്നെ സ്നേഹത്തിൻ്റെ പേര് ദൈവത്തെ ഓർത്ത് ചിലർ കൊടുക്കും. പക്ഷെ അല്ലെങ്കിൽ ആരും ചെയ്യത്തില്ല. നമുക്ക് വെള്ളത്തിന് ഇനി ക്ഷാമം വരാൻ മതി. യുണൈറ്റഡ് നേഷൻസിൻ്റെയൊക്കെ പിന്നെ അവരുടെ സ്റ്റഡി അനുസരിച്ച് 2030 തൊട്ട് വെള്ളമായിരിക്കും വൺ ഓഫ് ദ കമ്മോഡിറ്റി വിച്ച് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്. അതായത് ഇനി 2030 കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും വില കൊടുക്കേണ്ടത് വെള്ളത്തിനായിരിക്കുമെന്ന് പറയുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ്. വെള്ളം എല്ലായിടത്തും ഉണ്ടെങ്കിലും വെള്ളം ഉപയോഗിക്കാനില്ലാത്ത പോലെ വരുന്നു. നമ്മളോട് ദൈവം പറയുന്നത് വാട്ടർ ഓഫ് ലൈഫ്, അതായത് ജീവവെള്ളമെന്ന് പറയുന്നത്, ലിവിങ് വാട്ടർ എന്ന് പറയുന്നത് ജീവൻ്റെ വെള്ളം. ആ വാട്ടർ ഓഫ് ലൈഫ് വെളിപ്പാടിനകത്ത് 21-ാം അധ്യായത്തിൻ്റെ 6 22-1 ജീവനദിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 21-ന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നോട് അരുളിച്ചത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ഇത് കൂടുതലൊന്നുമില്ല. തുടക്കവും അവസാനവും ക്രിസ്തുവിനകത്ത് തന്നെ. അറിയേണ്ടവർക്ക് അറിയാം. ദൈവത്തെ സത്യം ദൈവത്തെ അറിയാൻ ആരെവിടെ ഇരുന്ന് ആഗ്രഹിച്ചാലും ദൈവം അവിടെ കടന്നു വരും. നമ്മൾ പരിവർത്തനം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലെന്ന്. ഇത് കർത്താവ് പ്രാണനെ അറിയുന്ന ദൈവത്തിന് പ്രാണൻ എന്ത് നിയമമാണ്? പ്രാണം ഈസ് സംതിങ് വിച്ച് വി കനോട്ട് ടച്ച്. നമുക്കത് അതിനെ പിടിച്ച് ജയിലിലൊന്നും ഇടാൻ ഒക്കൂല. അത് ദൈവം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിക്കുന്നവരെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, ആത്മാവിനെയും ദേഹിയും എന്നേക്കും നിത്യനരകത്തിലിടുന്നവരെ പേടിക്കണ്ടേ. അപ്പോൾ ഇവിടെ പറയും ദാഹിക്കുന്നവന്, ഇവിടെ ദാഹത്തെക്കുറിച്ച് പറയുന്നു. ആൽഫയും ഒമേഗയുമായവൻ പറയാണ്, ദാഹിക്കുന്നവന് ഞാൻ ജീവനീർ ഉറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കണ്ട, കർത്താവ് ദാഹിക്കുന്നവർക്ക് ജീവ ഉറവയിൽ നിന്ന്, ഉറവ ആകെക്കൂടെ നിൻ്റെ സോഴ്സേ മാറി ഈ വചനം കേട്ട് കഴിയുമ്പോൾ. കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ട ആവശ്യമില്ല, അത് പൈപ്പിനകത്ത് ഇപ്പം വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. നമ്മളിവിടെ പറയുന്ന ജീവൻ്റെ ഉറവയാന്ന് ക്രിസ്തുവിലേക്ക് തിരിച്ചു വാ, ലെറ്റ് us cleanse it. ഉറവ മാറട്ടെ. അത് കഴിഞ്ഞിട്ട് 22-1 ഇങ്ങനെയാണ് പറയുന്നത്, വീതിയുടെ നടുവിൽ, സ്വർഗത്തിലാണ് ഇപ്പം, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പിന്നെ നദിക്ക് അക്കരെ ഇക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വീതം ഫലം കായ്ച്ചു, മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഉണ്ടാകില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവൻ്റെ മുഖം കാണും. അതാണ് ദൈവം പറയുന്ന അവസാനം. 22 വെളിപ്പാട് അവസാനമായി വേദപുസ്തകത്തിൻ്റെ. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി. ഈ നദിയാണ് നമുക്കും ആവശ്യം. ഇത് വെളിപ്പാടിൽ എഴുതി ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നില്ലേ ക്രൂശിൽ വെച്ച്. ദൈവം നമ്മുടെ അടുക്ക വന്ന് നിൽക്കുകയാണ്. അല്പം ഒന്ന് നിർബന്ധ ബുദ്ധി എടുത്ത് ദൈവത്തോട് പറയാം, കർത്താവ് എനിക്ക് ഈ വെള്ളം തന്നേ ഒക്കത്തുള്ളൂ. ശമരിയക്കാര്യത്തിൽ ചോദിച്ച് എത്ര പേർക്ക് രക്ഷ കിട്ടി? എൻ്റെ ഭവനത്തിൽ ആരെങ്കിലും ഈ വെള്ളത്തിനകത്ത് കുളിക്കാരെങ്കിൽ ബക്കറ്റ് നിറച്ച് വെള്ളം അവരുടെ മേലോട്ട് വീഴട്ടെ, ഈ ജീവവെള്ളം വീഴട്ടെ, ഒഴുക്കി കൊടുക്കപ്പച്ച. അങ്ങനെ അവർക്കൊരു വിടുതൽ കൊടുത്ത്. പലരും ഉണ്ടല്ലോ, ഞാൻ ഈ വചനം പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട്, ഞാൻ ചുമ്മാ പറയുന്നതല്ല, സത്യം പറയുന്നതാണ്. ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്, ഈ കർത്താവ് ഇങ്ങനെ ബക്കറ്റ് നിറച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങിയിരിക്കുന്നതിൻ്റെ തലയിലോട്ട് ഒഴിക്കും. എന്നിട്ട് അവർ ചാടി എഴുന്നേക്കും പെട്ടെന്ന്. കാരണം സ്വർഗത്തിലെ വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. നമുക്ക് എല്ലാവരും വിളിച്ചുണർത്തി ഈ ജീവവെള്ളത്തിലേക്ക് കൊണ്ടുവരാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പം ജീവൻ്റെ വെള്ളം സൗജന്യമായിട്ട് തരുന്നു. അത് തന്നെയാണ് യോഹന്നാൻ്റെ 4 അപ്പച്ചൻ സംസാരിച്ച് ശമരിയക്കാരി സ്ത്രീയോട്. അവർക്കത് മനസ്സിലായി. കാരണം അവരുടെ അത് പിന്നെ ആ സ്ത്രീ യേശുവിനെ വിട്ട് മാറിയിട്ടില്ല. ക്രൂശ് മരണം കഴിഞ്ഞിട്ട് കർത്താവിന് സുഗന്ധ തൈലം കൊണ്ടുവന്ന് പൂശൻ്റെ സമയത്തെല്ലാം ഈ സ്ത്രീ ഉണ്ടായിരുന്നു കൂടെ. അതൊരു വലിയ വിടുതലായിരുന്നു. ഞങ്ങൾക്കൊക്കെ അങ്ങനെ വിടുതൽ ആവശ്യമുണ്ട്.
ഞങ്ങളെ പലപ്പോഴും ഞങ്ങളുടെ കാലുകൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് നടക്കാൻ യാത്ര ചെയ്യുന്നവരാ. 2 തോണിയിൽ കാല് വെക്കുന്ന സ്വഭാവം ഞങ്ങളിൽ അറിയാതെ ജഡത്തിൽ കൂടെ കയറി വരുന്നു. ഞങ്ങളെ അതിൽ നിന്നൊന്ന് വിടുതൽ തന്നിട്ട് നേരെ നിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ജീവജലത്തിൽ നിന്ന് കുടിച്ച് അതിൽ സന്തോഷിക്കണം. അപ്പം പിന്നെ ഒത്തിരി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കർത്താവേ. അത് അകത്തപ്പച്ചൻ ചെയ്യേണ്ടതാണ്. അത് ഞങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. പക്ഷെ ചോദിക്കുക, നിൻ്റെ പ്രാണനെ കൊണ്ട് ഞങ്ങളെ നിറച്ച് നിൻ്റെ ജീവനദിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കുളിച്ചു പൊക്കിക്കണേ അപ്പച്ച. എന്നും ഇത് കഴുകണം. ഇന്നലെ കഴുകൊണ്ട് ശരിയാകത്തില്ല. എന്നും കഴുകി ശുദ്ധീകരിച്ച് നിനക്ക് യോഗ്യമുള്ള പാത്രങ്ങളാക്കി ശുഭ്രവുമായ വസ്ത്രം എടുത്തുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ തക്കണം. മണവാളൻ വരുമ്പോൾ എപ്പോഴും റെഡിയായിട്ടിരിക്കുന്ന പോലെ ഈ വിശുദ്ധ വെള്ളത്തിൽ കുളിച്ച് കഴുകി കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ട് അതനുസരിച്ച് ജീവിച്ച് ഇന്ന് വന്നാലും റെഡിയായിട്ട് 10 കന്യകമാരിൽ 5 പേര് ഇഷ്ടം പോലെ എണ്ണയുമായിട്ട് നോക്കിയിരുന്നത് പോലെ നോക്കിയിരിക്കാൻ ഞങ്ങളെ കുടുംബമായിട്ട് മാറ്റി നിർത്തണമേ. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. വചനം ആരെങ്കിലും എടുത്താൽ എത്താൻ വരുന്ന 1000 തലമുറയോളം അവരുടെ മേലെ അനുഗ്രഹം അയക്കുമെന്ന് അങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ മിടുക്കൊണ്ടൊന്നും അല്ല, അനുസരണം ബലിയേക്കാൾ ഉത്തമം. ദൈവവചനം പ്രവർത്തിക്കട്ടെ, സംഭവിക്കട്ടെ. അങ്ങനെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന അനേക കുടുംബങ്ങൾക്ക് പുതിയൊരു ഉറവയെന്ന് തുറന്നു കൊടുത്തതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.